ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു കാര്യമാണ്. നമ്മുടെ പെറ്റൂണിയെ കുറിച്ചാണ്. നമ്മുടെ ഈ പെറ്റൂണിയ പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് വഴികളിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്ന്, നമ്മുടെ ഈ പെറ്റൂണിയയിൽ വരുന്ന സീഡ്സ് പാകി നമുക്ക് കിളിപ്പിക്കാൻ പറ്റും. രണ്ടാമത്, നമുക്ക് പെറ്റൂണിയയുടെ മണ്ടഭാഗം, അതായത് പൂ വരുന്നതിന് മുമ്പുള്ളത് ഇതേപോലെ മുട്ട് വന്നു കഴിഞ്ഞിട്ടുള്ളതല്ല, മുട്ട് വന്നിട്ടുള്ളത് ഇതാണ്. ഇത് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. പക്ഷെ മുട്ട് വരാത്ത ഇതേപോലെയുള്ള ഭാഗങ്ങൾ നമ്മൾ മണ്ട ഒരു 2-3 ഇല വിട്ട് നമ്മൾ ചെറുതായിട്ട് നുള്ളി എടുത്താൽ മാത്രം മതി. ഇതാണ് ഇതേപോലെ കുഞ്ഞു പീസ്. നമ്മൾ ഈ പീസ് എന്നിട്ട് എവിടെയെങ്കിലും നമ്മൾ കുറച്ച് മണ്ണുള്ള ഭാഗത്ത് അധികം വെയിലും മഴയൊന്നും കൊള്ളാത്ത ഒരു ഏരിയ, ഞാനിപ്പോൾ ഈ ചട്ടിയിൽ, ഈ വിങ്കയിരിക്കുന്ന ചട്ടിയിൽ ഈ സൈഡിൽ ചെറുതായിട്ടൊന്ന് കുഴിയെടുത്ത് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെച്ചു, അത്ര മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് അതൊരു തയ്യാമായി. ഞാൻ ഇവിടെ ഒരെണ്ണം ഇതേപോലെ മണ്ട നുള്ളി എടുത്ത് വെച്ചതാണ് ഇതായി നിൽക്കുന്നത്. ഇനി അത് വലുതായി, ഇനി അതിൻ്റെ മണ്ട നുള്ളി വെക്കാറായി. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഒരു പെറ്റൂണിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പെറ്റൂണിയ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ വിത്തിടുകയാണെങ്കിൽ നിറയെ പ്ലാന്റ്സ് കിട്ടും. നമ്മളൊരു 2 കണ്ടോ, ഇത് ഞാൻ വിത്തിട്ട് കിളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന പെറ്റൂണിയ പ്ലാന്റാണ്. ഇതിപ്പോൾ ഒരു ഇല, ഇനി 2 ഇലയും കൂടെ വന്ന് ഇച്ചിരി കൂടെ ഒന്ന് വലുതാവുമ്പോൾ നമുക്കിതിനെല്ലാം ഓരോ ചട്ടിയിലോട്ട് മാറ്റി വെച്ചാൽ ഓരോ പ്ലാന്റ്സ് ആക്കാം. എന്താ ഇവിടെയൊക്കെ ഞാൻ അങ്ങനെ ഓരോ തൈകളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഏത് ഫ്ലവറെന്ന് അറിയില്ല. കുറച്ചും കൂടെ ഫ്ലവർ ആയിട്ട് ഇത് ഇച്ചിരി കൂടെ വളർന്നു കഴിയുമ്പം ഞാൻ ഇതിൻ്റെ മണ്ടയിൽ നിന്നുള്ളിൽ വെക്കും. അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒത്തിരി പ്ലാന്റ് നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പെറ്റൂണിയ പെട്ടെന്ന് നമുക്ക് നശിച്ചു പോകുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ മഴ സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് ഒത്തിരി ചെറിയ ചെറിയ പ്ലാന്റുകൾ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് നശിച്ചു 1-2 നശിച്ചു പോയാലും നമുക്ക് ഒരെണ്ണം കാണും. അപ്പോൾ പെറ്റൂണിയ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയേണ്ട 2 ടെക്നിക്കാണ്. ഒന്ന്, നമുക്ക് സീഡിട്ടും കിളിപ്പിക്കാം. 2, ഇതിൻ്റെ മണ്ട മുട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, മുട്ട് വരും മുമ്പേ ഇതേപോലെ നിൽക്കുന്ന കുഞ്ഞ് ഒരു 2 ഇലയൊക്കെ മാത്രമുള്ള ഭാഗം എടുത്ത് നുള്ളി വെച്ചാൽ മാത്രം മതി. നമുക്ക് ഒരുപാട് പെറ്റൂണിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.